ഡൽഹിയിൽ മന്ത്രിസഭാ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. എൻ.ഡി.എ പ്രധാന വകുപ്പുകൾ ബി.ജെ.പി ഘടകകക്ഷികൾക്ക് കൈമാറില്ല എന്നതാണ് ബി.ജെ.പി നേതാക്കളുടെ ആത്മവിശ്വാസം. ഘടകകക്ഷികളുടെ ആവശ്യം കൂടി അംഗീകരിക്കേണ്ടതിനാൽ മൂന്നാം ഊഴത്തിൽ മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കുമെന്ന് നരേന്ദ്രമോദി നേരത്തെ പ്രകടിപ്പിച്ച ആഗ്രഹം അത് പക്ഷേ നടക്കാനും പോകുന്നില്ല. എന്നാൽ സ്പീക്കർ പദവി ഉൾപ്പെടെ ലഭിച്ചില്ലെങ്കിൽ ടി.ഡി.പി മോദി സർക്കാരിൽ ചേർന്നേൽക്കില്ല എന്ന സൂചനകളും വരുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം. ബി ബാലഗോപാലും അനൂപ് ദാസുമാണ് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ബാലുവിലേക്ക്. ബാലു, ഈ മന്ത്രിസഭാ ചർച്ചകളിലേക്ക് എൻ.ഡി.എ കടന്നിരിക്കുകയാണല്ലോ. മന്ത്രിസഭാ ചർച്ച എന്ന് പറയുമ്പോൾ പഴയ പോലെ ആദ്യത്തെ വിജയത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പേര് പരാമർശിച്ച് നന്ദി പ്രകാശിപ്പിക്കേണ്ടി വന്നു ഈ സർക്കാർ രൂപീകരണത്തിന് മുൻപ് തന്നെ നരേന്ദ്രമോദിക്ക്. അപ്പോൾ അവരുടെ ഡിമാൻഡുകളും അവരുടെ പിന്തുണയും ഏറ്റവും പ്രധാനമാകുന്നു. ഏറ്റവും ഒടുവിലത്തെ ഈ രണ്ട് കക്ഷികളുടെ നിലപാടും ചർച്ചകളും എങ്ങനെയാണ്? രതീഷ്, അവരുടെ മാത്രമല്ല ഏക്നാഥ് ഷിൻഡെയുടെയും അതുപോലെ തന്നെ ചിരാഗ് പാസ്വാൻ്റെതും ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളുടെയും വാക്കുകൾ കേൾക്കാൻ നിലവിലെ സാഹചര്യത്തിൽ എൻ.ഡി.എ ബി.ജെ.പി നേതൃത്വത്തിന് ബാധ്യസ്ഥത ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇന്നലെ നടന്ന എൻ.ഡി.എ യോഗത്തിന് ശേഷം ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾക്ക് അമിത്ഷാ, ജെ.പി നദ്ദ, രാജ്നാഥ് സിംഗ് എന്നിവരെ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയാണ് ഉണ്ടായത്. ഇവർ ഇന്നലെ തന്നെ ഈ ചർച്ചകൾ ആരംഭിച്ചതായാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ഈ ചർച്ചകളിൽ വലിയ ഡിമാൻഡുകൾ ചില കക്ഷികൾ വയ്ക്കുന്നുണ്ട്. ചിലർ ഈ ബി.ജെ.പി തങ്ങൾക്ക് എന്ത് നൽകും എന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയട്ടെ, തുടർന്ന് തങ്ങളുടെ നിലപാട് അറിയിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം. ഏറ്റവും സുപ്രധാനമായ കാര്യം ജെ.ഡി.യുവും ടി.ഡി.പിയും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ്. ടി.ഡി.പി ഇന്നലെ സ്പീക്കർ പദവിയും അതുപോലെ തന്നെ 5 കേന്ദ്ര മന്ത്രിസ്ഥാനവുമൊക്കെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരപ്രകാരം അവർ സ്വന്തമായിട്ടൊരു ആവശ്യവും ഉന്നയിക്കുന്നില്ല. മറിച്ച് ബി.ജെ.പി തങ്ങൾക്ക് എന്ത് നൽകും എന്നത് അറിഞ്ഞതിന് ശേഷം മന്ത്രിസഭയിൽ ചേരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നരേന്ദ്രമോദി സർക്കാരിനെ അവർ പിന്തുണയ്ക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് അർഹതപ്പെട്ടത് ലഭിച്ചില്ല എങ്കിൽ മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്തുണ നൽകാം എന്ന ഒരു നിർദ്ദേശമാണ് ചന്ദ്രബാബു നായിഡു ഇന്നലെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹത്തെ അറിയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ അവരുടെ ശക്തിക്കനുസരിച്ചുള്ള ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു അംഗീകാരം ലഭിക്കണമെന്നാണ് ടി.ഡി.പി ആവശ്യപ്പെടുന്നത്. ജെ.ഡി.യുവിന്റെ പട്ടികയും വളരെ വലിയ നീണ്ടതാണ്. അതായത് ബാലി, എൻ.ഡി.എയിലെ ഘടകകക്ഷികളുടെയൊക്കെ നില പരിശോധിക്കുകയാണെങ്കിൽ 240 ബി.ജെ.പിയുടെ ഏറ്റവും ഒടുവിലത്തെ ഫിഗറായി നിൽക്കുന്നത്. ടി.ഡി.പിക്ക് 16, ജെ.ഡി.യുവിന് 12 സീറ്റും, ശിവസേനയ്ക്ക് 7 സീറ്റും, എൽ.ജെ.പിക്ക് 5 സീറ്റും. അപ്പോൾ ഈ ടി.ഡി.പി, ജെ.ഡി.യു, ശിവസേന, എൽ.ജെ.പി ഇവരില്ലാതെ മറ്റുള്ളവരെ മാത്രം വെച്ച് സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയുമാണ്. അപ്പോൾ ഇവർ ഈ ഓഫറുകൾ മുന്നോട്ട് വയ്ക്കുന്നില്ലെങ്കിലും ഈ 3 പേരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ. ജെ.പി നദ്ദയും ഒപ്പം തന്നെ അമിത്ഷായും ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നു. രാജ്നാഥ് സിംഗും അതിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ ഇത് നേരത്തെ ഉദ്ദേശിച്ച പോലെ ഭയങ്കരമായ ഒരു ബി.ജെ.പി ആധിപത്യമുള്ള സർക്കാർ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാവുകയാണ്. ഈ പുറത്തു നിന്നുള്ള പിന്തുണ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ടോ? സർക്കാർ ഇപ്പോൾ സത്യപ്രതിജ്ഞ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിന് അതിനപ്പുറത്തേക്കുള്ള പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ ചർച്ചകൾക്കിടയിൽ? രതീഷ്, അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായി ഡൽഹിയിൽ കാണാത്ത കാഴ്ചകൾക്കാണ് ഡൽഹി ഇന്നും ഇന്നലെയൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ബി.ജെ.പി സാധാരണഗതിയിൽ അവരുടെ മന്ത്രിസഭ വികസനം എന്നൊക്കെ പറയുമ്പോൾ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെയും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ഒക്കെ വികസനത്തിൻ്റെയൊക്കെ സമയത്ത് ഈ ഘടകകക്ഷി നേതാക്കൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിളികൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വിളിച്ചാൽ വിളിച്ചു, വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ല. എന്നാൽ ഇപ്പോൾ ഈ ഘടകകക്ഷി നേതാക്കൾ ഒന്ന് ഫോൺ എടുത്താൽ മതി എന്നുള്ള രീതിയിലേക്ക് ബി.ജെ.പി നേതാക്കൾ എത്തിയെന്നാണ് പറയുന്നത്. രാജ്നാഥ് സിംഗിനെ എന്തുകൊണ്ടാണ് ഈ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെയും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ഒക്കെ സമയത്ത് ഇത്തരം ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചിരുന്നത് അമിത്ഷാ ആയിരുന്നു. പക്ഷേ അമിത്ഷാ ഇപ്പോൾ പല പ്രതിപക്ഷ പാർട്ടികളും അങ്ങനെ സ്വീകാര്യനായ ഒരു നേതാവല്ല. അതുകൊണ്ടാണ് ഈ നേതാക്കളുമൊക്കെയായി സ്വീകാര്യനായ ഒരു നേതാവ് എന്ന നിലയിൽ രാജ്നാഥ് ചില ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. ആ പറഞ്ഞ പോയിന്റിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. അമിത്ഷാ മന്ത്രിസഭയിൽ നേരത്തെ വഹിച്ച ആഭ്യന്തര വകുപ്പ് തന്നെ വഹിക്കുമോ അതോ രാജ്നാഥ് സിംഗിന് കൊടുക്കുമോ? അത്തരം ചില ചർച്ചകൾ കൂടി നടക്കുന്നില്ലേ? അമിത്ഷാ ഒരു അല്പം ദുർബലപ്പെടുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ചർച്ചകൾ ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ലേ? ജയിച്ചു വന്ന ചിലർ നേരത്തെ അമിത്ഷായുടെയും മോദിയുടെയും പേരാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ പേര് കൂടി പറഞ്ഞ് നന്ദി പറയുന്നതുമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്.
രതീഷ് തീർച്ചയായിട്ടും. പക്ഷേ എനിക്കിപ്പോൾ BJPയുടെ വകുപ്പുകൾ ആരൊക്കെ എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം BJPക്ക് തന്നെ ഏതൊക്കെ വകുപ്പുകൾ ലഭിക്കുമെന്ന് ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരിക. നിലവിൽ BJP നേതാക്കൾ പറയുന്നത് വളരെ സുപ്രധാനമായ വകുപ്പുകൾ, അതായത് ആഭ്യന്തരം, വിദേശകാര്യം, ധനകാര്യം, പ്രതിരോധം, റെയിൽവേ, നിയമം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും ഘടകകക്ഷികൾക്ക് നൽകില്ല. മറിച്ച് മറ്റു വകുപ്പുകളെ സംബന്ധിച്ച് ചർച്ചകളാകാമെന്നൊക്കെയാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. പക്ഷേ ആ അവകാശവും പ്രതീക്ഷയും എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രധാനമന്ത്രി എപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പോലും നിലവിൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഇന്നലെ ജൂൺ 8 വൈകിട്ട് സത്യപ്രതിജ്ഞ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് പല റിപ്പോർട്ടുകളും പറയുന്നതനുസരിച്ച് രാഷ്ട്രപതി ഭവൻ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഡൽഹിയിൽ ചേർന്ന ഈ സെക്യൂരിറ്റി മെഷേഴ്സിന് വേണ്ടിയുള്ള ഉന്നതതല യോഗത്തിൽ പോലും അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം, അതായത് ഇന്ന സമയം, ഇന്ന ദിവസം, ഇത്ര മണിക്ക് ഈ സത്യപ്രതിജ്ഞ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കേണ്ടത് കേരളത്തിനെ സംബന്ധിച്ചാണ്. രതീഷ് നേരത്തെ പറഞ്ഞു സുരേഷ് ഗോപിയുടെ കാര്യം. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കുമെന്നാണ് ഡൽഹിയിൽ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. കാരണം കേരളത്തിൽ ഈ വോട്ടിംഗ് ശതമാനം കൂട്ടി, കേരളത്തിലെ അക്കൗണ്ട് തുറന്നു. അതൊക്കെ കാരണം മുമ്പും അദ്ദേഹം MP ആയിരുന്നു, നോമിനേറ്റഡ് MP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ ഒരു ഘട്ടത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ നിലവിൽ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകുമെന്നാണ് പറയുന്നത്. പക്ഷേ വകുപ്പ് സംബന്ധിച്ചൊരു വ്യക്തത ലഭിച്ചിട്ടില്ല. പക്ഷേ അതിലും അപ്പുറത്തേക്കൊരു ചില സൂചനകൾ കൂടി ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. നിലവിൽ അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിൽ നിന്നും ക്രൈസ്തവ സമുദായത്തിൽ നിന്നും BJPക്ക് വലിയ തോതിലുള്ള ഒരു വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങളിൽ നിന്ന് പ്രാതിനിധ്യം, അതായത് അവർക്ക് ആ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ഒരുപക്ഷെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകുന്ന തരത്തിലുള്ള ചർച്ചകളും BJPക്കുള്ളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഘടകകക്ഷികൾക്കെല്ലാം ഈ സീറ്റുകളും മന്ത്രിസ്ഥാനവും ഒക്കെ നൽകിയതിനു ശേഷം പിന്നെ BJPക്ക് എന്ത് അവശേഷിക്കുമെന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഏതായാലും BJP കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് കരുതുന്നത്. ശരി, ആ വാർത്തകൾക്ക് അതിന്റെ ഉള്ളടക്കമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക് വരികയാണെങ്കിലും മുരളീധരനെ നിലനിർത്തണം എന്നൊരു നീക്കം കൂടി അതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള ചർച്ചകളൊക്കെ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട് അനൂപ് ദാസ് കൂടി തുടരുന്നുണ്ട്. അനൂപ് UPയിലൂടെ പോയപ്പോൾ അനൂപിൻ്റെ യാത്ര അത് വളരെ മനോഹരമായിരുന്നു. UPയിൽ മാത്രമല്ല എല്ലായിടത്തും വളരെ ഗംഭീരമായ ആളുകളുടെ പ്രതികരണമൊക്കെ എത്തിച്ചതാണ്. ഞാനപ്പോൾ പലപ്പോഴും വിചാരിച്ചു K മധുവായി സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇതാണോ അവിടുത്തെ യാഥാർത്ഥ്യം, അതോ അനൂപിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണോ ഈ വാർത്തയൊക്കെ ചെയ്യുമ്പോൾ എന്ന് ഞാൻ പലപ്പോഴും സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കൃത്യമായിരുന്നു ജനങ്ങളുടെ പൾസ്. UP വഴി നമ്മൾ നടത്തിയ യാത്രയുടെ പൾസ് കൃത്യമായിരുന്നു. ആളുകൾ എന്ത് പറഞ്ഞു അത് കൃത്യമായി നടക്കുകയും ചെയ്തു. അതിന് അഭിനന്ദനങ്ങൾ. പക്ഷേ എൻ്റെ ചോദ്യം ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടാണ്. 99 സീറ്റുണ്ട് കോൺഗ്രസിന്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ, അതോ കേരളത്തിലുള്ള KCക്ക് നറുക്ക് വീഴുമോ, അതല്ല ഇനി മറ്റാരെങ്കിലും ഗൗരവ് അടക്കം ഉള്ള മറ്റേതെങ്കിലും നേതാക്കൾക്ക് നറുക്ക് വീഴുമോ? രതീഷ്, 99 സീറ്റ് കോൺഗ്രസിനുണ്ട്, 2 സ്വതന്ത്രനുണ്ട്. സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ പപ്പു യാദവും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നൊരാളും, രണ്ടുപേരും സ്വതന്ത്രമായി മത്സരിച്ചാണ്, കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് 101 സീറ്റ് എന്ന് തന്നെ കണക്ക് കൂട്ടാം. രാഹുൽ ഗാന്ധി ഉറപ്പായും പ്രതിപക്ഷ നേതാവാകും എന്നതാണ് കോൺഗ്രസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്നലെ ഇന്ത്യ സഖ്യം കടന്നു എന്ന് തന്നെ പറയാം. 3 അക്കത്തിലേക്ക് കോൺഗ്രസ് എത്തി എന്ന് തന്നെ പറയാമല്ലേ? അതിനകത്ത് ഇനി ഒരു ആലോചനയുടെ കാര്യമില്ല. ഇല്ല, ആലോചനയുടെ കാര്യമില്ല. കാര്യം ഈ 2 സ്വതന്ത്രരും ഞങ്ങൾ കോൺഗ്രസ് ആണ് എന്ന നിലയിൽ കോൺഗ്രസിലേക്ക് ചേരുകയും കോൺഗ്രസ് ആണ് എന്ന് സ്പീക്കറെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ 101 എന്ന കണക്കിലേക്ക് കോൺഗ്രസ് എത്തും. ഇതൊന്നാമത്തെ കാര്യം. 100 കടന്ന കോൺഗ്രസിനെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കാണുന്നത്. നമ്മൾ കഴിഞ്ഞ 3 ദിവസമായി കാണുന്നത് ഇന്ത്യ സഖ്യ ക്യാമ്പിൽ വലിയ ആവേശമാണ്. ഇന്നലെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ചേരുമ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാ നേതാക്കളും എത്തിയത്. ഇന്നലെ എത്തിയ MK സ്റ്റാലിൻ ഇതാ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും ചേർത്ത് 40 സീറ്റ് ഞാൻ തരും എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാലിൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇന്ത്യ സഖ്യ യോഗം ചേർന്നപ്പോൾ തൻ്റെ പ്രതിനിധി അയച്ചത്. ആ 40 സീറ്റും കൊണ്ടാണ് സ്റ്റാലിൻ ഡൽഹിയിലേക്ക് എത്തിയത്. സ്റ്റാലിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്ന കാര്യം. തേജസ്വി ഉൾപ്പെടെ, അഖിലേഷ് യാദവ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. താല്പര്യം രാഹുലിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. രാഹുലും അക്കാര്യത്തിൽ എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവാകാനുള്ള
അംഗസംഖ്യ കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത്ര ഭൂരിപക്ഷമില്ലാത്ത അല്ലെങ്കിൽ ആ അംഗസംഖ്യ ഇല്ലാത്തൊരിടത്ത് ഇരിക്കേണ്ട എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്, കോൺഗ്രസും തീരുമാനിച്ചത്. ഇപ്പോൾ അങ്ങനെയല്ല, കാര്യങ്ങൾ മാറി. പ്രതിപക്ഷത്തിന് കരുത്തായി, ശക്തിയായി, ശേഷിയായി. ഇനി ഭരണപക്ഷത്തിനെതിരെ, മോദിക്കെതിരെ, BJPക്കെതിരെ, NDAക്കെതിരെ ഒരു വലിയ പോരാട്ടം നയിക്കാനുള്ള ശേഷി പ്രതിപക്ഷത്തിനുണ്ട്. ആ പോരാട്ടം രാഹുൽ ഗാന്ധി തന്നെ നയിക്കണമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പൊതുവികാരം. ആ പൊതുവികാരം ഉറപ്പായും രാഹുൽ ഗാന്ധി അംഗീകരിക്കുകയും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്യുമെന്ന കാര്യം യാതൊരു തർക്കവുമില്ല. ശരി, ഏതായാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ ബ്ലോക്കിനെ നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് അനൂപ് ദാസ് റിപ്പോർട്ട് ചെയ്യുന്ന. അനൂപ്, ഒരു കാര്യം കൂടി, ഇന്നലെ ചില ചർച്ചകളിലൊക്കെ, ചില നേതാക്കളുടെ പ്രതികരണങ്ങളിലൊക്കെ ഒന്ന് കാത്തിരുന്നാൽ NDA സഖ്യത്തിൽ ചിലപ്പോൾ വിള്ളലുണ്ടായേക്കും. ദേശ് ഭായ് ചിലപ്പോൾ ഇങ്ങ് പോന്നേക്കും. നേരത്തെ അദ്ദേഹം അങ്ങനെ പല നിലപാടുകൾ എടുത്തിട്ടുണ്ടല്ലോ. TDPയുടെ കാര്യത്തിലും ഒരുപക്ഷെ ഒരു മാറി ചിന്ത ഉണ്ടായേക്കാം. നമുക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഒരുപക്ഷെ വന്നേക്കാം, മൈക്കമന്നി കാലത്തെ പോലെയൊക്കെ എന്നൊരു ആത്മവിശ്വാസം ചിലരുടെ വാക്കുകളിലെങ്കിലും കാണുന്നുണ്ടായിരുന്നു. അത്തരമൊരു കാത്തിരിപ്പ് കാണുന്നുണ്ടോ ഇന്ത്യ നിലയിൽ? അതോ പ്രതിപക്ഷ ശക്തിയായിരുന്ന് സർക്കാർ വീഴുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരികെ വരാം എന്നതാണോ? അങ്ങനെയല്ല, ഉറപ്പായും കാത്തിരിക്കാം. അവസരം വരുമ്പോൾ ഇടപെട്ട് സർക്കാർ ഉണ്ടാക്കാം എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചത്. കാര്യം, അപ്പുറത്തുള്ള കക്ഷികളെ നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ ആ ചിത്രം കൗതുകത്തോടു കൂടി നോക്കിയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന സഖ്യ നേതാക്കൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് JDU ആണ്, നിതീഷ് കുമാർ. നിതീഷ് കുമാർ ഒരു 4 മാസം മുൻപ് അല്ലെങ്കിൽ 5 മാസം മുൻപ് എവിടെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ പിറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു ജയന്ത് ചൗധരി. 2 സീറ്റുണ്ട്. ജയന്ത് ചൗധരി രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും ഒപ്പം നടന്ന് UPയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ വലിയ പ്രചാരണം നടത്തിയ ആളാണ്. തോറ്റമ്പിപ്പോകും UPയിൽ ഇന്ത്യ സഖ്യം എന്ന് കരുതിയിട്ടാണ് ജയന്ത് അപ്പുറത്ത് പോയത്. പക്ഷേ കാര്യങ്ങൾ നേരെ മറിച്ചാണ് നടന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഏകനാഥ് ഷിൻഡെ ഉണ്ട്. ഷിൻഡെക്ക് 7 സീറ്റുകളുണ്ട്. ഷിൻഡെ 2 വർഷം മുമ്പ് വരെ ഇപ്പുറത്തായിരുന്നു. അതുകൊണ്ട് ഈ കക്ഷികളെയൊക്കെ പിടിച്ച് ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യത കൂടി ഇന്ത്യ സഖ്യം തേടുന്നുണ്ട്. അത് അനൂപ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇന്ത്യ സഖ്യം കാത്തിരിക്കുകയാണ് ഒരു സർക്കാർ രൂപീകരണത്തിലുള്ള അവസരം വരുമ്പോൾ. അപ്പോൾ അക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാമെന്ന്. അതേസമയം തന്നെ NDA മന്ത്രിസഭാ ചർച്ചകളിലേക്ക് കടന്ന് ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ നൽകണം, ഘടകകക്ഷികൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന ഗൗരവതരമായ ആലോചനയിലേക്ക് കടക്കുന്നു.